നമസ്കാരം. PSC ഇൻസൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും പഠനം വളരെ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കരുതുന്നു. 2025 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 2025 നവംബറിൽ കമ്മീഷൻ ചെയ്യുന്ന നാവികസേന ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മൂന്നാമത്തെ സർവേ കപ്പൽ INS ഇക്ഷക്. വംശനാശ ഭീഷണി നേരിടുന്ന പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കാൻ തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ പവിഴപ്പുറ്റ് ലാർവ ക്രയോ ബാങ്ക് ആരംഭിച്ച രാജ്യം ഫിലിപ്പീൻസ്. ക്യാൻസർ രോഗികൾക്കായുള്ള KSRTCയുടെ സൗജന്യ യാത്രാ പദ്ധതി ഹാപ്പി ലോങ് ലൈഫ്. തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ വനിതാ കായിക താരം മനു ഭാക്കർ. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതം പറയുന്ന സിനിമയുടെ പേര് മാൻ ഓഫ് സ്റ്റീൽ സർദാർ. സർക്കാർ സ്വകാര്യ മേഖലകളിലെ സ്ത്രീകൾക്ക് ആർത്തവകാലത്ത് പ്രതിമാസം ശമ്പളത്തോടു കൂടി ഒരു അവധി അനുവദിച്ച സംസ്ഥാനം കർണാടക. ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമം കൊണ്ടറെഡ്ഡിപ്പള്ളി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലം കാന്യൻ പാലം. ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റ് ഗോകുൽ റിസർവോയർ. കേരളത്തിലെ കോടതികളിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന AI ടൂൾ അദാലത്ത് AI. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം CMS-03. 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ MR രാഘവ വാര്യർ. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം. ഒല്ലോ ഗോത്രം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? അരുണാചൽ പ്രദേശ്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി ഉദ്യോഗസ്ഥ നിയമനം എളുപ്പമാക്കാൻ പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ മുൻ ഇന്ത്യൻ താരം അഭിഷേക് നായർ. തെലുങ്കാനയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ. ഹസ്തിനപൂർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ റസൂൽ പൂക്കുട്ടി. സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപ്പിള്ള. 2025 ചെസ് ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി വിശ്വനാഥൻ ആനന്ദ് ട്രോഫി. ഫോർമുല 1 കാറോട്ട മത്സരമായ ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിയിലെ സ്പ്രിന്റ് റേസിൽ ചാമ്പ്യനായത് ലാൻഡോ നോറിസ്. KSRTC ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ KSRTC ചലോ ബീറ്റ ആപ്പ്. 2025 ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയ. 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന സംസ്ഥാനം ഗോവ. ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി. 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമിയായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം ലക്നൗ. 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഭവന പദ്ധതി സുഭദ്രം. 2025 നവംബറിൽ അന്തരിച്ച മുൻ ദേശീയ വനിതാ ചെസ് താരം സേതുവർമ്മ. ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി +1 +2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിൻ നൽകാനുള്ള പൈലറ്റ് പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നതെവിടെ? ലോത്തൽ. 2025 നവംബറിൽ അന്തരിച്ച DNA ഘടന കണ്ടുപിടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ. ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ സലിം അലിയുടെ സ്മരണയ്ക്കായി നടത്തുന്ന വയനാട് പക്ഷിമേളയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ഹെക്കിബണക്. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ഇറാനിയൻ നടൻ
ഹുമയൂൺ ഇർഷാദി. Booking.com പുറത്തിറക്കിയ 2026 നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയ നഗരം കൊച്ചി. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 ISSF വേൾഡ് കപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം രവീന്ദർ സിംഗ്. 2026 ദേശീയ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി കലിംഗ സ്റ്റേഡിയം. കോമൺവെൽത്ത് അണ്ടർ 12 ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ താരം ദിവി ബിജേഷ്. 2025 നവംബറിൽ മാർബർഗ് രോഗവ്യാപനം സ്ഥിരീകരിച്ച കിഴക്കേ ആഫ്രിക്കൻ രാജ്യം എത്യോപ്യ. പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി കേട്ടിക്. മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയതാര് ഫാത്തിമ ബോഷ് ഫെർണാണ്ടസ്. 2025 നവംബറിൽ ദുബായ് എയർ ഷോയിൽ തകർന്നു വീണ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ യുദ്ധവിമാനം തേജസ്. മനുഷ്യരിൽ ആദ്യമായി H5N5 പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമേരിക്കൻ സംസ്ഥാനം വാഷിംഗ്ടൺ. സയ്യിദ് മുസ്താഖ് അലി ടൂർണമെന്റിനുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. ആദ്യമായി സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായി സമർപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ട്രൈബൽ മ്യൂസിയം ഷഹീദ് വീർ നാരായൺ സിംഗ് ട്രൈബൽ മ്യൂസിയം. ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 പ്രകാരം 1995-2024 കാലത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച രാജ്യം ഡൊമിനിക്ക. 2025 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രി അൽഹാജ് നുറുദ്ദീൻ അസീസി. 2025 ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ രാജ്യം ഇന്ത്യ. 2025 ശക്തമായി പൊട്ടിത്തെറിച്ച സഗുറാജിമ അഗ്നിപർവ്വതം ഏത് രാജ്യത്തിലാണ് ജപ്പാൻ. 2026 31ാം UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി തുർക്കി. 2025 നവംബറിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ചേർന്ന് നടത്തിയ നാവികാഭ്യാസം ഏത് ഓസിൻഡെക്സ്. ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ അനുമതി ലഭിച്ച സ്ഥലം ചെറുവള്ളി എസ്റ്റേറ്റ്. 2025 നവംബറിൽ കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആര് പി മോഹനൻ. കേംബ്രിഡ്ജ് ഡിക്ഷണറി 2025 വേർഡ് ഓഫ് ദി ഇയർ ഏത് പാരാസോഷ്യൽ. ഫ്രഞ്ച് തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ നൂർ ഇനായത് ഖാൻ. എന്താ കഥ എന്ന പുസ്തകം രചിച്ചത് ആര് കൽപ്പറ്റ നാരായണൻ. നാസ വിജയകരമായി പരീക്ഷിച്ച ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് ജെറ്റ് X-59 ജെറ്റ്. ദി ടൈഗർ അല്ലെങ്കിൽ ഇന്ത്യൻ ഹോക്ക് ടൈഗർ എന്നറിയപ്പെടുന്ന ഈയടുത്ത് അന്തരിച്ച ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായി പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ സൈ ഹണ്ട്. മുൻ മുഖ്യമന്ത്രി E.K. നായനാരുടെ ജീവിതം പ്രമേയമാക്കി പാപ്പിനിശ്ശേരി BTR തിയേറ്റർ അരങ്ങിലെത്തിക്കുന്ന നാടകത്തിന്റെ പേര് ജനനായകൻ സഖാവ് നായനാർ. MS സ്വാമിനാഥന്റെ ജീവചരിത്ര ഗ്രന്ഥം ദി മാൻ ഹൂ ഹെഡ് ഇന്ത്യ. ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസം പൂർവി പ്രജൻ പ്രഹാർ. 2 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ 2025 നവംബറിൽ വിരമിച്ച ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസ താരം രോഹൻ ബൊപ്പണ്ണ. വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ തെളിയാൻ രാജ്യത്തിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഒരുക്കിയ പുതിയ സംവിധാനം കോളിംഗ് നെയിം പ്രസന്റേഷൻ. ഭൂമിയിലെ ജൈവിക നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഓരോ ഘടകവും കണ്ടെത്താൻ ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള സംയുക്ത ബഹിരാകാശ സംരംഭം നിസാർ. 2025 നവംബർ 2 162ാം ജന്മവാർഷികം ആചരിച്ചത് ആരുടെയാണ് ഡോക്ടർ പൽപ്പു. KSRTCയുടെ ആദ്യ വാഹന പുകപരിശോധനാ കേന്ദ്രം ആരംഭിച്ചതെവിടെ വികാസ് ഭവൻ ഡിപ്പോ. ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് സംസ്ഥാനം വാങ്ങാൻ പോകുന്ന തോക്ക്
AK-203. 15 വയസ്സിന് താഴെയുള്ളവരുടെ ഇടയിൽ സാമൂഹിക മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച യൂറോപ്യൻ രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ 91ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ VS രാഹുൽ. ക്യാൻസർ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ പദ്ധതി. കാരുണ്യസ്പർശം. ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. ഓപ്പറേഷൻ രക്ഷിക. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വ്യോമസേനയുടെ ശക്തി പ്രകടനം നടന്നത് ബ്രഹ്മപുത്ര തീരത്ത്. രാജ്യത്ത് ആദ്യമായി AI ടെക്നോളജിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയ പൊതുഗതാഗത സംവിധാനം KSRTC. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സ്കൂൾ ബസ്സുകളിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന ഏകീകൃത നിരീക്ഷണ സംവിധാനം, ഏകീകൃത ട്രാക്കിംഗ് സംവിധാനം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് വൈശാഖൻ. ലോക സമാധാനത്തിന് പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ ലോക ഫുട്ബോൾ സംഘടന ഫിഫ. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം GSAT-7R. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംസ്ഥാന ക്ഷേമ കമ്മീഷൻ ചെയർമാനായി നിയമിതനായതാര്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. 2025 നവംബറിൽ ഫിലിപ്പീൻസിൽ വൻ നാശനഷ്ടം വിതച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് കൽമേഗി ചുഴലിക്കാറ്റ്. ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്രവിഭവങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം അംഗോള. വരൾച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ അവതരിപ്പിച്ച പുതിയ നെൽവിത്ത്. ആദ്യ ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ട നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന പ്രശസ്തമായ മാൻ ബുക്കർ പുരസ്കാരം 2025 നേടിയ ഹംഗേറിയൻ എഴുത്തുകാരൻ ഡേവിഡ് സാലെ. കോളിൻസ് ഡിക്ഷണറി 2025 മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈബ് കോഡിംഗ്. 2025 സംസ്ഥാന ശാസ്ത്രോത്സവ വേദി പാലക്കാട്. ബഹിരാകാശത്ത് AI ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കാനുള്ള ഗൂഗിളിന്റെ പ്രോജക്ട് സൺകാച്ചർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ. മാലിദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഹണി മാധു അന്താരാഷ്ട്ര വിമാനത്താവളം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്ത് കുമളി. തുടർച്ചയായ 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തിയ കോഴിക്കോട് ജില്ലയിലെ ബീച്ച് കാപ്പാട് ബീച്ച്. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ഫുജിയാൻ. തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതി നെയിം. ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം സമ്രാട്ട് റാണ. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറസാവോ. 2025 ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് പാൽക്കുളങ്ങര അംബികാദേവി. വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന വിളനാശം ഇനി മുതൽ പ്രാദേശിക ദുരന്തമായി കണക്കാക്കി സഹായധനം അനുവദിക്കാൻ കേന്ദ്രം തീരുമാനിച്ച പദ്ധതി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഹരിത ബസ്സുകൾ മാത്രം ഓടിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി മാറുന്നത് പൂനെ. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോകബാങ്കിന്റെ സഹായത്തോടെയുള്ള പദ്ധതി സ്റ്റാർസ്. കാവേരി നദിക്ക് കുറുകെ മേക്കേദാട്ടു അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് നേടിയതാര്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ.
2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഈയടുത്ത് അന്തരിച്ച കേരളത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ കർഷകനും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായ വ്യക്തി എലിയാഹു ബസലേൽ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് വനിതകൾക്കായി ഒരുക്കിയ പ്രീമിയം സേവിംഗ്സ് അക്കൗണ്ടിന്റെ പേര് SIB ഹെർ. ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന നീരും വേദനയും പ്രതിരോധിക്കാൻ ഔഷധ സസ്യത്തിൽ നിന്നുള്ള മരുന്ന് വികസിപ്പിച്ച സർവകലാശാല കേരള സർവകലാശാല. ഈയടുത്ത് അന്തരിച്ച വൃക്ഷമാതാവ് എന്നറിയപ്പെടുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക സാലുമരദ തിമ്മക്ക. IPL ലേലത്തിൽ സഞ്ജു സാംസനെ 18 കോടിക്ക് സ്വന്തമാക്കിയ ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡിന് അർഹനായത് എൽദോസ് പോൾ. യുണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായത് കീർത്തി സുരേഷ്. ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ 100 വർഷത്തെ ചരിത്രമുള്ള തൊഴിലാളി സഹകരണ സംഘം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം. ബഹിരാകാശ നിലയത്തിന് സമാനമായി സ്ഥിരം സമുദ്രാന്തര ഗവേഷണ നിലയം സജ്ജമാക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി സമുദ്രയാൻ പദ്ധതി. ഇന്ത്യയിലെ ആദ്യ ഭാഷാ അവബോധ പരീക്ഷണശാല തുടങ്ങിയത് എവിടെ? അപ്പോൾ സുഹൃത്തുക്കളെ, വേഗം ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ഇട്ടോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.